സോ നമുക്ക് ബാംഗ്ലൂരിലേക്ക് തന്നെ പോവാം. അവിടെ ആകുമ്പോ നമുക്കൊരു പ്രൈവസി ഉണ്ട്. നീ അത് വീട്ടിൽ പറഞ്ഞൊന്ന് ശരിയാക്ക്. കുറച്ച് കൂടുന്നു കറങ്ങി നടക്കൽ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വെറുതെ അവതാളത്തിലാക്കാൻ. സാറിനോട് ഞാൻ പറയട്ടെ, ഇൻകം ടാക്സിന്റെ പേപ്പർ ശരിയാക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. അല്ലേ പിന്നെ ഇവിടെ അവന്മാര് കേറി ഇറങ്ങും. അത് കാണാൻ എന്നെ കൊണ്ട് വയ്യ. ഓക്കെ ഓക്കെ ഡിയർ ഗേൾ, നീ അതൊക്കെ ശരിയാക്ക്. ഇവിടത്തെ കാര്യങ്ങൾ ഞാനും ശരിയാക്കാം. പിന്നെ ഇത്തവണ വി ഷുഡ് ബി കെയർഫുൾ. അവിടെ വറീച്ചിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? ഒരു തരം കുത്തുവർത്തമാനം. പതിവില്ലാതെ നീ എവിടെയായിരുന്നു, ഉച്ചയ്ക്ക് വിളിച്ചപ്പോ എവിടെയായിരുന്നു, വൈകിട്ട് എന്താ താമസിച്ചത്, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യല്. പണ്ട് ഇതൊന്നും പതിവില്ലാത്തതാ. ഇന്നലെ ഞാൻ കുളിച്ചേച്ച് ഇറങ്ങി വന്നപ്പോഴേ എന്റെ മൊബൈൽ എടുത്ത് വെച്ച് നോക്കുന്നു. അതിനെന്താ നോക്കട്ടെ. ഇന്നലെ 17 വട്ടമല്ലേ വിളിച്ചത്? ആർക്കായാലും സംശയം തോന്നത്തില്ലയോ? അങ്ങേരെ അത് ചോദിക്കുകയും ചെയ്തു. നീ എന്തു പറഞ്ഞു? ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞ് വിഷയം മാറ്റി. പക്ഷെ സത്യം പറയാലോ സാറേ, എനിക്കൊരു വല്ലാത്ത പേടി. ഇതത്ര ശരിയായ രീതിയിലല്ല. എനിക്ക് അയാളില്ലെങ്കിലും കുഴപ്പമില്ല, സാറുണ്ടല്ലോ. പക്ഷേ സാറെന്നെ വെറുതെ ഒരു ടൈം പാസ് മാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളതെങ്കിൽ നാളെ ഞാൻ വഴിയാധാരായി പോവില്ലേ? നീ ഇങ്ങനെയാണോ എന്നെ കുറിച്ച് കരുതിയിട്ടുള്ളത്? കമോൺ, എന്താ ഇത് ഡോളി? എനിക്കറിയാം സാർ, വലിയ വലിയ ഓഫീസുകളിലൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ, സെക്രട്ടറിയുടെയും സ്റ്റെനോമാരുടെയൊക്കെ സ്ഥിതി ഇതാ. 3-4 വർഷത്തേക്ക് നിയമിക്കും. കുറച്ച് നാൾ സ്നേഹം കാണിച്ചുകൊണ്ട് നടക്കും, പിന്നെ വലിച്ചെറിയും. അവസാനം ഭർത്താവും കാണത്തില്ല, മക്കളും കാണത്തില്ല, ബോസും കാണത്തില്ല. നോ നോ നെവർ. സാർ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് എനിക്കറിയില്ല. കാശുകാരൻ മുതലാളിയെ വലവീശാൻ നടക്കുന്ന സെക്രട്ടറി. അങ്ങനെയാണ് വിചാരമെങ്കിൽ നമ്മുടെ ബന്ധം ഇപ്പം അവസാനിപ്പിക്കണം. ഒന്നുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബമെങ്കിലും കാണും. ഞാനൊരു തല്ലുവെച്ച് വരും, വേണ്ട ദിനം പറയുന്നു. ഞാൻ കൂടെ വരുന്നതും താമസിക്കുന്നതും മുതലാളി ആയതുകൊണ്ടല്ല, എനിക്ക് മനസ്സിന് പിടിച്ച പുരുഷനായതുകൊണ്ടാണ്. അതെനിക്കറിയരുത്. നീ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വിശ്വസ്തയായ സ്ത്രീയാണ്, എൻ്റെ കൂട്ടുകാരി, എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും പ്രോത്സാഹനവും. ബിലീവ് മീ. ഞാൻ ബിലീവ് ചെയ്യാം. പക്ഷേ എന്നെ ഉപേക്ഷിക്കരുത് സർ. എനിക്കൊന്നും വേണ്ട. സാറിൻ്റെ ഭാര്യയാവണ്ട, ഒരവകാശവും സ്വത്തിൽ തരണ്ട, 1 രൂപ പോലും എനിക്ക് വേണ്ട. പക്ഷേ എന്നെ സാറിൻ്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടരുത്. സാറിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഞാനില്ല. ഐ നോ. അപ്പോ എന്നാ നമ്മൾ പോകുന്നത്? നേരത്തെ പറയണം. എനിക്ക് വീട്ടിൽ എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിച്ച് പറയാനാ. ഒരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് വീക്ക്, ദാറ്റ് മീൻസ് 18th. ഓക്കേ? 17-ന് പോയാ 18-ന് രാവിലെ തിരിച്ചു വരാം. നിർമ്മാല്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുറപ്പെടാം. വൈകുന്നേരം ആവുമ്പോ ഇങ്ങെത്തും. എത്ര നാളായി നമ്മള് ഗുരുവായൂർ പോയിട്ട്? അയ്യോ, 17 18 ഞാൻ കാണത്തില്ല. ഒരു കാര്യം ചെയ്യും, അതിനടുത്ത ആഴ്ചയാക്ക്. അതിന്റെ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാ മോന്റെ യൂണിറ്റ് ടെസ്റ്റ് നടക്കുന്ന സമയാ. അത് ശരിയാവത്തില്ല. അല്ല, 17-18 എവിടെ പോകുന്നു? എന്നോട് പറഞ്ഞില്ലല്ലോ. ഇല്ലേ, ഞാൻ പറഞ്ഞതാ, നീ ഓർക്കാഞ്ഞതാ. ബാംഗ്ലൂരിലൊരു ബിസിനസ് മീറ്റ്, നമ്മുടെ സിംഗപ്പൂർ അല്ല തായ്ലൻഡ് ഡെലിഗേറ്റ്സ്. ഏത് ഡെലിഗേറ്റ്സ്? ചിട്ടി കമ്പനിയിലെ നമ്മൾ നടത്തുന്നത്. സിംഗപ്പൂരും തായ്ലൻഡും ഒക്കെ ആയി ചിട്ടിക്ക് എന്താ ബന്ധം? അതൊന്നും നിനക്കറിയില്ല. നീ അറിയണ്ട. നിന്റെ ഭർത്താവിന്റെ പടം മുൻ പേജി അടിച്ചു വരും, വ്യവസായ പ്രമുഖനെന്നും പറഞ്ഞു. അപ്പൊ അറിഞ്ഞാ മതി. നീ പോയി ചോറ് വിളമ്പോ കിന്നാരം പറയാതെ. അല്ല, ഈ സിംഗപ്പൂരുകാരും തായ്ലൻഡുകാരും ഒക്കെ എന്തിനാ എപ്പോഴും ബാംഗ്ലൂർ വരുന്നത്? അവർക്ക് ഇവിടെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ വന്നാ പോരെ? അവർക്ക് ബാംഗ്ലൂരാ ഇഷ്ടം. അപ്പൊ പിന്നെ നമ്മളെന്ത് പറയാനാ? ഞാൻ 16-ന് പോവും, 19-ന് രാവിലെ തിരിച്ചു വരും. ജസ്റ്റ് 2 days. ഇതിനു മുമ്പ് പോയതുപോലെ അല്ലല്ലോ. അല്ല, ആ വിഷ്ണുവിന്റെ പെങ്ങളെയും കൊണ്ടുപോയത് ഞാൻ മറന്നിട്ടില്ല. വെറുതെ മനുഷ്യനെ വഴിയാക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് സമ്മതമുണ്ടേ എന്നെ വിശ്വസിച്ചാ മതി. ഇല്ലേ പോയിക്കോ, എവിടാന്ന് വെച്ചാ. ചേടാ, ചങ്കെടുത്ത് കാണിച്ചാലും വാഴനാരാണെന്ന് പറഞ്ഞ പിന്നെ എന്തോ ചെയ്യും? വാഴനാരെടുത്ത് കാണിച്ചിട്ട് ചങ്കാണെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്തിനാ അതിന് ഇത്ര ഒച്ചയെടുക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ ഓട്ടനേര് ബഹളം വെക്കലും ദേഷ്യവും. അത് തന്നെ കള്ളന്മാരുടെ ലക്ഷണം. അതേടി, എന്റെ ലക്ഷണം കുറച്ച് മോശമാണ്. നല്ല ലക്ഷണമുള്ള ഒരുത്തനെ കൊണ്ടുവന്നു തരാൻ നിന്റെ തന്തയോട് പറ. ദേ, ഞാനൊരു കാര്യം പറയാം.
വൃത്തിയോട് കാണിച്ചു വെക്കുന്നത് പോരാതെ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അച്ഛനെ പറയും, നിന്റെ അപ്പൂപ്പനെ പറയും. എന്റെ അമ്മ ചാകാൻ കിടന്നപ്പോ ഒന്ന് പോകാൻ പോലും സമ്മതിക്കായിരുന്നോ ദുഷ്ട. എടി, എന്ന് ഞാൻ നിന്റെ വാക്ക് കേൾക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എന്റെ കഷ്ടകാലോ. ഞാൻ ചോറ് വിളമ്പാ. എനിക്ക് നിന്റെ ചോറും വേണ്ട, കറിയും വേണ്ട. എന്ത് മനുഷ്യനത്? വിമലേച്ചേ, ഇവിടെ ആരും ഇല്ലേ? ഓ, ആ, ഞാൻ ഇവിടെ ഉണ്ട് അപ്പുക്കുട്ട. ദേ ഒന്ന് അടിച്ചു വാരുവാ. വല്ലപ്പോഴും ഒക്കെ അതൊക്കെ നല്ലതാ. സഹായിക്കാൻ ആരുമില്ലല്ലോ, ആ. എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ. ആരും ഇല്ലെന്ന് പറയുന്നത് കേൾക്കുമ്പോ ആളങ്ങ് മേളിലോട്ട് പോയെന്ന് തോന്നും. ആളിവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് പോയി വിളിച്ചാ പോരായിരുന്നോ? ഇറങ്ങിപ്പോയരെ വിളിക്കുന്ന എന്തിനാ? പോയവര് പോയതുപോലെ ഇങ്ങ് തിരിച്ചു വരും. ദേ, പറയുമ്പോ മുഖസ്തുതിയാണെന്ന് കരുതരുത്. ചേച്ചിയെ പോലെ ഇത്രയും പിടിവാശിയുള്ള പെണ്ണുങ്ങള് ലോകത്ത് തന്നെ വേറെ കാണത്തില്ല. ഈ പിടിവാശിക്ക് വല്ല ഒളിമ്പിക്സും നടത്തിയ അതെ ചേച്ചിക്ക് എന്നായിട്ട് മെഡല്. പോടാ അവിടുന്ന്. നീ വന്നത് എന്തിനാണെന്ന് പറ. ആ, ഞാൻ വെറുതെ ചെല്ലമ്മ ചെയ്ത് കാണാൻ വന്നയാ. അക്കൂട്ടത്തിൽ ചേച്ചിയെ കൂടെ ഒന്ന് കണ്ടേക്കാന്ന് കരുതി. ഹാ, പിന്നെ എന്തോണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും എന്ന് വെച്ചാ കുറച്ചു പേർക്ക് സുഖം, കുറച്ചു പേർക്ക് കുറെ പ്രശ്നങ്ങള്. അല്ല, ഇവിടുത്തെ ആളിന്റെ വലിയ സപ്പോർട്ട് നീയൊക്കെ ആണല്ലോ. ഇവിടുത്തെ ഏതാളുണ്ട്? ഓ, നീ കൂടുതൽ വെളച്ചിലെടുക്കല്ലേ അപ്പുക്കുട്ട. മുടി പോയെന്നും വിചാരിച്ച് നീ എന്റെ വിഷ്ണുവിന്റെ പ്രായ, അത് മറക്കണ്ട. ഹും. നീ എങ്ങാനും പോയിരുന്നോ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത്? സച്ചേട്ടനാണോ ഉദ്ദേശിച്ചത്? അങ്ങേര് സുഖമില്ല കിടക്കയല്ലേ? ഏ, സുഖമില്ലാതെ കിടക്കാൻ എന്താ? കഴിഞ്ഞ ദിവസം മിന്നു പോയി കണ്ടതാണല്ലോ, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അല്ലേലീ ബൈക്കിൽ നിന്നൊക്കെ വീഴുന്നത് സർവ്വസാധാരണമല്ലേ? നീ പോടാ, അങ്ങേരാ ബൈക്കിൽ കയറുന്നേ. സൈക്കിളിൽ തന്നെ കയറാൻ പേടിയാ. ഇവിടെ വിഷ്ണുവിന്റെ സ്കൂട്ടറിൽ കയറിയ അവനെ അള്ളി പിടിച്ചോണ്ടിരിക്കും. അങ്ങേർക്ക് KSRTC ബസ്സും ടെമ്പോയും അല്ലാതെ യാതൊന്നും മനസ്സിൽ പിടിക്കുകയില്ല. അങ്ങേര് കുറെ ബൈക്കിലും കയറും വീഴുകയും ചെയ്യും. അതെ, കേറാൻ പേടിയാ. പക്ഷേ കൂടെ ജോലി ചെയ്യുന്നൊരു അരണ്ട പിടിച്ച് കയറ്റി. ബൈക്ക് മുമ്പോട്ട് എടുത്തപ്പോ സച്ചിയേട്ട ഓടി ചെന്ന് അയാളെ വട്ടം ചുറ്റി പിടിച്ച് അയാളുടെ ബാലൻസും പോയി. അങ്ങനെ ബൈക്കും പറഞ്ഞു. എന്റെ ഗുരുവായൂരപ്പാ, അയ്യോ, അങ്ങനെ തന്നെ വരും. എടാ, എന്റെ കണ്ണീരേ നേരുള്ള കണ്ണീരാ. എന്നെ ഇക്കണ്ട വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ തള്ളി മറിച്ചിട്ടിട്ട് എന്റെ ചങ്കി ചവിട്ടി അങ്ങേര് ഇറങ്ങി പോയില്ലേ? അതിന് ഇതും കിട്ടും, ഇതിന്റെ അപ്പുറവും കിട്ടും. നല്ല സ്നേഹമുള്ള ഭാര്യ. സത്യം പറയാല്ല ചേച്ചി, ചേച്ചിയെ കാണുമ്പോഴാ കല്യാണം കഴിക്കാത്തത് എത്ര നന്നായെന്ന് ബോധ്യപ്പെടുന്നത്. കളിയാക്കണ്ടടാ. എന്നിട്ട് അങ്ങേർക്ക് കുഴപ്പം വല്ലതും പറ്റിയോ? ചേച്ചിയുടെ നേരുകൊണ്ട് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അയ്യോ, നെറ്റിയില് ഒരു ശകലം പൊട്ടലുണ്ട്, അത്രേ ഉള്ളൂ. അത് മതിയല്ലോ. നിനക്ക് അങ്ങേരുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഒരു മുള്ളു കൊണ്ടാ മതി, അതുപോലും താങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ നോക്കിക്കോ, കിടന്ന് കരഞ്ഞു കൂവി നാട്ടുകാരെ മുഴുവൻ കഷ്ടപ്പെടുത്തും. ഞാൻ 10-18 കൊല്ലം സഹിച്ചതല്ലയോ? ഏതായാലും അത്രയല്ലേ പറ്റിയുള്ളൂ, അത് ഭാഗ്യം. ആ, പിന്നെ തോളില് ചെറിയൊരു ഒരച്ചിലുണ്ട്. തോളിന് തൊലി പോയ ഷർട്ടിടാനൊക്കെ പ്രയാസാവത്തില്ലേടാ? വല്ല ബാൻഡേജും വാങ്ങി ഒട്ടിക്കാൻ പറ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. മുട്ടിലെ തൊലി വല്ലതും പോയോ? തൊലി പോയില്ലെന്നാണ് തോന്നുന്നത്. അത് പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, ഈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയല്ലേ. പ്ലാസ്റ്ററോ? പിന്നെ കാലൊടിഞ്ഞ പ്ലാസ്റ്റർ ഇടണ്ടേ? എന്റെ ഗുരുവായൂരപ്പ, കാലൊടിഞ്ഞോ? ഈ മനുഷ്യനെ കൊണ്ട് തോറ്റല്ലോ. ഒരു സ്വസ്ഥത ബാക്കിയുള്ളവർക്ക് തരില്ല. എടാ, നീ ഒന്ന് തെളിച്ച് പറയടാ, കാലൊടിഞ്ഞിട്ട് വല്ല കുഴപ്പമുണ്ടോ? കാലൊടിഞ്ഞ എന്തോ കുഴപ്പം? കാലൊടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടു, കിടക്കുന്നു. 1.5 മാസം കഴിഞ്ഞാൽ കാല് നിലത്ത് കുത്താം, അതുവരെ കിടക്കണം. ദൈവമേ, 1.5 മാസം? എന്ത് ചെയ്യടാ അപ്പുക്കുട്ട? നീ പോയി കണ്ടോ? ആരെവിടെ നോക്കാൻ? ഞാൻ പോയി കണ്ടു. ഞാൻ അങ്ങാരെ ഭാര്യ അല്ലാത്തോണ്ട് പോകത്തില്ല, കാണത്തില്ല എന്നൊന്നും പിടിവാശിയില്ല. സുഖമായിട്ടിരിക്കുന്നു. സോറി, സുഖമായിട്ട് കിടക്കുന്നു. എനിക്ക് കുറച്ച് പിടിവാശിയുണ്ട്, അത് നിനക്ക് മനസ്സിലാവത്തില്ല. കൂടെ പുറത്ത് പെണ്ണുങ്ങളുടെ ദണ്ണം മനസ്സിലാവണമെങ്കിലേ നീ ഒരുത്തിയ പെണ്ണ് കെട്ടി കൂടെ താമസിപ്പിക്കണം. പിന്നെന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ലേലും ചേച്ചി പോണോന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ചേച്ചി ചെന്നില്ലേലും അവിടെ ഒരു പ്രശ്നവും. അവിടെ സച്ചിയേട്ടന് പരമാനന്ദ സുഖമാണ്. നോക്കാൻ ആളുണ്ട്, വെച്ചുളമ്പാൻ ആളുണ്ട്, സ്നേഹമായിട്ട് സംസാരിക്കാനും ആളുണ്ട്. സത്യം പറയാലോ ചേച്ചി, അതൊക്കെ കാണുമ്പോഴാ കല്യാണം കഴിക്കാത്തതാ കൂടുതൽ പ്രോഫിറ്റ് എന്ന് മനസ്സിലാവുന്നത്. ആ, അതെ,
സംസാരിച്ചോണ്ട് എന്റെ കഞ്ഞൂടി വിട്ടും. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പൊ കുട്ടാ ഞാൻ ചായ എടുക്കാടാ. വേണ്ട ചേച്ചി, ഇനി വരുമ്പോ മതി. അല്ല, ഇത് സച്ചേട്ടന്റെ ചെരുപ്പല്ലേ? ആ, ഇവിടെ കിടന്നതാ, ഞാൻ കളയാനെടുത്ത് വെച്ചതാ. എന്നാ ഞാൻ അങ്ങ് കളഞ്ഞേക്കാം. നീ പൊയ്ക്കോ, ഞാൻ കളഞ്ഞോളാം. ഇവിടെ കളയാനേ വേറെ സാധനങ്ങളുണ്ട്. അല്ല, കളയാനാണെങ്കിൽ ഇതെന്തിനാ ഇത്ര സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചിരിക്കുന്നേ? നീ പോടാ. ആ, യോഗം വേണം. ചിലര് പഴം ദൂരെ എറിഞ്ഞിട്ട് പഴത്തൊലി തിന്നും. ചിലരാളിനെ അടിച്ചിറക്കിയിട്ട് ചെരുപ്പ് പൂജിക്കും. ആ, നീ ഇങ്ങനെ ക്ലാസ് കളഞ്ഞ് ഓടി വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അച്ഛനൊന്നുമില്ലടി. ഞാൻ ഇതും വെച്ച് ഓഫീസിൽ പോകുന്നില്ലേ? അതിന് അമ്മേനെ ഇരുത്തി പൊറപ്പിക്കണ്ടായോ? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ആ അപ്പക്കുട്ട മാമൻ വന്ന് പറഞ്ഞിളക്കിയിട്ട് പോയി. പിന്നെ രാത്രി മുഴുവൻ തനിച്ച് കിടന്ന് ഓരോന്ന് പെറുപെറുക്കുക. അവിടെ നോക്കാനാരും കാണത്തില്ല, വെറുതെ കിടന്ന് നിലവിളിക്കും. പണ്ടേ ഒരു വേദനയെ സഹിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞ്. അപ്പക്കുട്ട മാമൻ പറഞ്ഞത് കാലില് പ്ലാസ്റ്റർ ഇട്ടിരിക്കുവന്നാ. ഇത് വെറും ബാൻഡേജ് അല്ലേ? ഓ, നിന്റെ അമ്മയുടെ ഒരു കാര്യം. എന്തോ ചെയ്യാനാ, അവൾക്കങ്ങനെ വഴക്ക് പറഞ്ഞ് സ്നേഹം കാണിക്കാൻ അറിയൂ. അവളുടെ വീട്ടുകാരുടെ മുഴുവൻ സ്വഭാവം അങ്ങനെയാ. ഏതായാലും അപ്പക്കുട്ട മാമൻ പറഞ്ഞതുപോലെ അച്ഛന്റെ കാലില് പ്ലാസ്റ്റർ ഇട്ടിരിക്കുവാന്നേ ഞാനും പറയൂ. അച്ഛന് കൂടുതലാണെന്ന് പറഞ്ഞാലെങ്കിലും അമ്മയുടെ മനസ്സ് മാറിയാലോ? നിന്റെ അമ്മയുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. അച്ഛനും അമ്മ ഇങ്ങനെ വാശി പിടിച്ചിരുന്നു. എനിക്കിത് സഹിക്കാൻ വയ്യ. ഞാൻ എവിടെയെങ്കിലും പോയി ചാകും, നോക്കിക്കോ. നീ ഇങ്ങനെ പറഞ്ഞെന്നെ വെറുതെ വിഷമിപ്പിക്കരുത്. ഇപ്പൊ പഠിത്തത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ആഹാ, അച്ഛനും മോളും കൂടെ കഥയും പറഞ്ഞിരിക്കുകയായിരുന്നോ? അത് കൊള്ളാം. ദേ സാറ് ചൂടോടി കഞ്ഞി അങ്ങ് കുടിച്ചേ. കുടിക്കി സാറേ. 4-5 കൂട്ടം ഇംഗ്ലീഷ് ഗുളികളുള്ളതാ മോളെ. ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചില്ലേ ഗ്യാസ് ഇളകും. സാറേ, സാർ ഇത് കഴിച്ചാട്ടെ. ഇപ്പൊ വേണ്ടായിരുന്നു വസുമതി. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ദേ സാർ ഇത് അങ്ങോട്ട് കുടിച്ചേ. ആ എന്താ കാണിക്കുന്നേ? കൊച്ചു കുട്ടികളെക്കാളും കഷ്ട സാറിന്റെ കാര്യം. ഒരു സാധനം കഴിക്കില്ലെന്നേ. സദാ വിചാരവാ. ഓ, ഇങ്ങനെ ഓരോന്ന് ഓർത്ത് കിടക്കുന്ന കാണുമ്പം എനിക്കും കൂടി സങ്കടം വരും. ഞാൻ ഇങ്ങനെ ഇത് കഴിക്കു സാറേ, അത് കഴിക്കു സാറേ എന്നൊക്കെ പറഞ്ഞ് പുറകിന് നടക്കുക. ഓ, ആര് കഴിക്കാനാ? അല്ല, മോക്ക് കഞ്ഞി വേണോ? വേണ്ട. എന്നാ പിന്നെ ഒരു പാൽക്കാപ്പി എടുക്കട്ടെ? ഒന്നും വേണ്ട. എന്നാ പിന്നെ മോള് പൊയ്ക്കോ. ഒരുപാട് താമസിച്ചാ വിമല വിഷമിക്കും. മോളെ, വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ പോ. സൂക്ഷിച്ചു പോണം. റോഡിലൂടെ നടക്കുമ്പോ ഓരോന്ന് ഓർത്ത് നടക്കരുത്. ഇല്ല. സാറേ, സാർ ഇത് കഴിച്ചാട്ടെ. മതി. എടി, ദേഹത്ത് ചൂടോ വല്ലോ ഉണ്ടോ? നീ തൊട്ട് നോക്കിയോ? അമ്മ പറഞ്ഞത് തലയിടിച്ച് വീണ സൂക്ഷിക്കണമെന്ന്. ഇങ്ങനെ ഹെൽമറ്റും കൊടച്ചക്രവും ഇല്ലാതെ കേറിയതല്ലയോ? എന്റെ ദൈവമേ, വല്ല കാര്യമുണ്ടോ വയസ്സുകാലത്ത് ഇങ്ങർക്ക് ബൈക്ക് കേറിയിട്ട്? അച്ഛന്റെ കൈ തൊട്ട് നോക്കി, അപ്പൊ ചൂടൊന്നുമില്ല. നെറ്റിൽ തൊട്ട് നോക്കായിരുന്നു, എന്നാലേ അറിയാൻ പറ്റൂ. ആ, അമ്മയെന്ന് നോക്ക്. ഓ, അവളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു ഗമ. അല്ലെങ്കിലും എനിക്കറിയാടി, നിനക്ക് എന്നോട് ഒരു കൂറുമില്ല. കഷ്ടപ്പെട്ട് ഞാൻ വളർത്തുന്നതിന്റെ മിച്ചം കഷ്ടപ്പാട് മാത്രം. എന്റെ അമ്മേ, ഞാനിന്ന് സ്കൂളിൽ പോവാൻ സമ്മതിച്ചില്ല. ഉന്തി തള്ളി എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇന്നത്തെ കുറെ നോട്ട്സ് എഴുതിക്കൊണ്ട് ചെല്ലണം.
ഞാൻ പോയി ലസ്നയുടെ നോട്ട് ബുക്ക് വാങ്ങിച്ചോണ്ട് വന്നതാ. ഒന്ന് എഴുതിക്കോട്ടെ. വന്ന് കയറിയപ്പോൾ മുതൽ തുടങ്ങി ഒരു മതി പോലീസുകാരെ പോലെ. അമ്മയ്ക്ക് വേണമെങ്കിൽ പോയി നോക്കണം. ഓ ശവത്തെ കുത്തടി, കുത്ത്. അല്ലേലും നീ അതല്ലേ വിത്ത്, അങ്ങനെ വരും. തിന വിതച്ച പൊക്കാളി ആവത്തില്ല. എന്റെ തലയിലെടുത്ത്, അല്ലാതെ എന്ത് പറയാനാ? പിണങ്ങിപ്പോയ ആരും നോക്കാനല്ലെന്നൊരു വിചാരം വേണ്ടായോ? കുറച്ച് സൂക്ഷിക്കണ്ടായോ? വല്ല കാര്യമുണ്ടോ ബൈക്ക് വലിഞ്ഞു കയറിയിട്ട്? ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കണം, അതാ മനസ്സില്. അതെങ്ങനാ? മനസ്സെന്നൊരു കാര്യം വേണ്ടായോ? കരിങ്കല്ല, കരിങ്കല്ല്. അമ്മേ, പേടിക്കാനൊന്നുമില്ല. അച്ഛന് കുറച്ചുനാള് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല, കിടക്കണം, അത്രേ ഉള്ളൂ. പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. എന്നാലും അത്യാവശ്യം വാക്കറിൽ നടക്കാം. ആഹാരമൊക്കെ ആ വീട്ടിലെ സ്ത്രീ ഉണ്ടായി കൊടുക്കും. എല്ലാം സഹിക്കാം. അവരുടെ പെരുമാറ്റം ഭയങ്കര ദുസ്വാതന്ത്ര്യ. അച്ഛന് കഞ്ഞി കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, എനിക്ക് കാപ്പി എടുക്കട്ടെ കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു, താങ്ങി പിടിക്കുന്നു. നിന്റെ മുമ്പിൽ വെച്ചോ? ആ, അച്ഛനിങ്ങനെ എല്ലാം സഹിച്ചങ്ങ് കഴിയുന്നു. ആ ചുരുക്കത്തിൽ സുഖ ജീവിതമാണെന്ന് പറ. താങ്ങി പിടിക്കാനും കോരി കൊടുക്കാനും ഒക്കെ ആള്. എന്തുകൊണ്ടാ? അമ്മ ഇല്ലാത്തതുകൊണ്ടല്ലേ? അല്ലല്ല, അമ്മ പോയി വിളിച്ചോണ്ട് വാ. അപ്പൊ വേറെ ആരും താങ്ങാനും സഹായിക്കാനൊന്നും വരത്തില്ലല്ലോ. അതും അല്ലെങ്കിൽ അച്ഛന്റെ അസുഖം മാറുന്നവരെ അമ്മ അവിടെ പോയി നിൽക്ക്, അല്ലെങ്കിൽ മിണ്ടായിരിക്കും.